തെരഞ്ഞെടുപ്പിന് സജ്ജമായ NDA ക്യാമ്പിന് ആവേശമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ഈ മാസം 11-ന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലെ പ്രവർത്തകരെ പ്രധാന സേവകൻ അഭിസംബോധന ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനാണ് നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ വനിതാ ദിന ആശംസകൾ മിഥുന്റെ കുടുംബത്തിലുള്ള എല്ലാ വനിതകൾക്കും നേരുന്നു. എന്തായാലും മിഥുൻ, പ്രധാനമന്ത്രി എത്തുകയാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശം? തീർച്ചയായിട്ടും തിരിച്ചും ആശംസകൾ. എല്ലാ ശോഭനമായിട്ടുള്ള ഭാവി രണ്ടുപേർക്കുണ്ടാവട്ടെ. പ്രധാനമന്ത്രി 11-ാം തീയതി എത്തുകയാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മുന്നണി സംവിധാനമായി മാറിയ ഒന്നാണ് NDA. ഈ അടുത്ത കാലത്ത് ഏറ്റവും വിപുലപ്പെട്ടതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും NDA എന്ന് പറയുന്ന മുന്നണിയാണ്. BJPയുടെ വളർച്ചയാണ്. അങ്ങനെ രാഷ്ട്രീയ ദിശാമാറ്റം കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്നുള്ളത് ഒരു സംശയലേശമന്യേ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ വിലയിരുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ് കൂടി അതിന് നാന്ദി കുറിക്കാനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11-ാം തീയതി കൊച്ചിയിലെത്തുന്നു അദ്ദേഹം. വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. ഈ സന്ദർശനം എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഊർജം പകരുക എന്നുള്ളതാണ് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനത്തിൽ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, പ്രധാനമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലായിടങ്ങളിലും 2014 ശേഷം എല്ലായിടത്തും നടന്ന തെരഞ്ഞെടുപ്പുകളിലും കേന്ദ്ര സർക്കാർ ഭരണത്തെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രവർത്തന മികവിനെയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രചാരണായുധവും പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. ആ ഒരു പതിവ് തന്നെയാണ് ഇത്തവണ കേരളത്തിലും സ്വീകരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇതോടൊപ്പം തന്നെ നിരവധി ടച്ചിങ് ആയിട്ടുള്ള സ്ലോഗനുകളിലൂടെ മാറാത്തത് മാറുമെന്നും മതി MLAയുടെ ഭരണം എന്നടക്കമുള്ള, അതായത് ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു പ്രചാരണമാണ് BJP നടത്തുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ നേടിയിട്ടുള്ള വിവിധ നേട്ടങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ക്ഷേമ പദ്ധതികൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളെല്ലാം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണ BJP വോട്ട് തേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ, നമുക്കറിയാം, വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ NDAയുടെ ഭാഗമാവുകയും NDA വലിയ രീതിയിൽ വിപുലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച 2 ദ്വയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എന്നുള്ളത്. ആ 2 ദ്വയങ്ങളിൽ അമിത്ഷാ കഴിഞ്ഞ തവണ എത്തുകയും ചെയ്തു. ഇപ്പോൾ മോദി കൂടി എത്തുന്നു. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് അതൊരു വെറുമൊരു വരവായിരിക്കില്ല എന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഏറ്റവും ആദ്യം തന്നെ പ്രചാരണത്തിൽ മണ്ഡലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം വലിയ രീതിയിൽ മുന്നേറ്റം കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചു. BJP കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു വോട്ടർമാർക്കിടയിൽ എന്നുള്ളതാണ് ഇതോടകം തന്നെ. അങ്ങനെ വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ആ ഒരു പ്രചാരണത്തിന് നാന്ദി കുറിക്കാൻ എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നു. BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ ഒരു പടി കൂടി മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടില്ല. ഏതായാലും 11 മണിക്ക് സജീവമായി അദ്ദേഹം കൊച്ചിയിലുണ്ടാകും. പ്രവർത്തകരുമായും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഒപ്പം തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ ചില യോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം പോകുന്നു.
ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വരവ്, അദ്ദേഹത്തിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും കേരളം കാതോർത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലേ? പ്രധാനമന്ത്രിയുടെ വരവ് തന്നെ വലിയ ആവേശമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം NDA എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് വികസനമാണ്. വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും തുടർന്നും എന്നും പറയുന്നുണ്ട്. അതാണ് പ്രധാന വ്യത്യാസം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ചെയ്യാത്ത പ്രവർത്തികളൊക്കെ ചെയ്തു എന്നുള്ള PR വർക്കുമായി പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ